ഹലോ ട്രേഡേഴ്സ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് പിന്നെ ക്യാപിറ്റൽ എസ് എൽ വെക്കാതെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ് എൽ വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പലരും തെറ്റായ രീതിയിൽ എടുക്കുന്നത് കണ്ടു. പലരും പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എസ് എൽ വെക്കാതെ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കംപ്ലീറ്റ് ലോസ് ആവില്ലേ, എസ് എൽ വെക്കാതെ ട്രേഡ് എടുക്കുന്നത് ഇതുവരെ പറഞ്ഞു കേട്ടില്ല, എല്ലാവരും എസ് എൽ വെക്കാനല്ലേ പറയുന്നത്, ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ആവുന്നില്ലേ എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണിത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ അത് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് മാത്രം യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് മാത്രമാണ് ശരി എന്നുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടേതായ അനലിസ്റ്റ് കാര്യങ്ങൾ റിസർച്ച് നടത്തി നിങ്ങളുടേതായ ഒരു എഡ്ജ് മാർക്കറ്റിൽ ഉണ്ടാക്കി എപ്പോഴും ട്രേഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോർമലി എസ് എൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. കംപ്ലീറ്റ്ലി എസ് എൽ വെക്കുന്നില്ല എന്നല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സിസ്റ്റത്തിൽ എസ് എൽ വെക്കാറില്ല എന്നുള്ള കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ ഡിസ്കോഡ് ചാനലിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മൾ എടുക്കുന്ന ട്രേഡ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ ഒരു നാച്ചർ എങ്ങനെയാണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഡിസ്കോഡ് ചാനലുള്ളവർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പോയിന്റ് പറയാം, എസ് എൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന് മേലെ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നുള്ള രീതിയിലാണ് എസ് എല്ലിൽ ഞാൻ അധിക ടൈമിൽ പറയാറുള്ളത്. അപ്പോൾ അതെന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. സപ്പോസ് ഞാൻ മെയിൻലി ഗോൾഡിൻ്റെ കാര്യമാണ് പറയുന്നത്, ബാക്കിയുള്ള പേഴ്സ് എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഗോൾഡിൻ്റെ കേസാണ്. ഗോൾഡിൻ്റെ കേസിൽ നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു $1000 നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ, ഗോൾഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗോൾഡിലെ മൂവ് കാര്യങ്ങൾ അതിൻ്റെ ക്യാരക്ടറൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നുള്ളതൊക്കെ. അപ്പം ഞാനിപ്പോൾ ട്രേഡ് ചെയ്യാം, നമ്മളിപ്പം ട്രെൻഡ് നോക്കുന്ന ടൈമിൽ ഇപ്പോൾ അപ്പ് ട്രെൻഡിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഡൗൺ ട്രെൻഡിലാണെന്ന് വിചാരിക്കാം. ഇപ്പം ഓൾറെഡി മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണല്ലോ. ഇപ്പോൾ ഡൗൺ ട്രെൻഡിലായിരിക്കുന്ന സമയത്ത് അത് നോക്കേണ്ടത് 4 hour ചാർട്ട് അല്ലെങ്കിൽ ഡെയിലി ചാർട്ടിലാണ് നമ്മൾ ട്രെൻഡ് നോക്കേണ്ടത്. അതിൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക. ഇതൊക്കെ ബ്ലൈൻഡായിട്ട് എസ് എൽ വെക്കാതെ ട്രേഡ് എടുക്കാനല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പഠിച്ച് അറ്റ്ലീസ്റ്റ് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞ് ട്രേഡിങ്ങിൽ കുറച്ച് കാലം നിന്ന് അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ്ലി പോയി എസ് എൽ എടുക്കാതെ ട്രേഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഓക്കെ. സോ ഇതിൻ്റെ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യം നോക്കേണ്ടത് മാർക്കറ്റ് സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഹയർ ഹൈ, ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, അതായത് ഈ ഒരു ഫോർമാറ്റിൽ താഴേക്ക് പോകുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോരു ലോ എടുത്ത് പിന്നെ ഒരു ഹൈ എടുത്ത് ചെറിയൊരു ഹൈ, ലോ ഹൈ എടുത്ത് അങ്ങനെയാണ് മാർക്കറ്റ് പോകും. ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് പോലെയാണ് മോസ്റ്റ് കേസിലും മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കേസ് 4 hourലും ഡെയിലിയിൽ നോക്കുക. ട്രെൻഡ് ഡൗൺ സൈഡ് ആണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ട്രെൻഡ് ഏത് സൈഡിലാണെന്നുള്ള ആദ്യം മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ അറിവുണ്ടാവണം. പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതും കൃത്യമായ അറിവുണ്ടാവും. എല്ലാം റെസിസ്റ്റൻസ് സപ്പോർട്ട് ബേസ്ഡ്, അങ്ങനെ പ്രൈസ് ആക്ഷനിൽ എങ്ങനെയാണ് ട്രേഡ് വരുന്നത്, എവിടെയാണ് സപ്പോർട്ട്, അതൊക്കെ കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഒരാൾ മാത്രമേ ഇതിന് ചെയ്യാൻ നിൽക്കാവുള്ളൂ. ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ ട്രെൻഡ് അനലൈസ് ചെയ്തു, ട്രെൻഡ് മനസ്സിലാക്കി. ഓക്കെ. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നമ്മൾ സ്ട്രക്ചർ നോക്കി ഓരോ ലെവലിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യാം. വലിയ ടൈം ഫ്രെയിമിൽ 4 hour അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് കറൻ്റ്ലി പ്രൈസ് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് നോക്കുക. സപ്പോസ് ഇപ്പം പ്രൈസ് 2600 നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ലോവർ ലോ എടുത്ത് വരികയാണ്, അവിടെ ഒരു പിന്നെ കേവ് എടുത്ത് ഒരു ഹയർ ലോ എടുത്ത് വീണ്ടും താഴേക്ക് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലാസ്റ്റ് സ്വിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻ കേസ് 2620 ആണെന്ന് വിചാരിക്കുക. ഇത് ഞാനും ചാർട്ട് നോക്കി പറയുന്നതല്ല, ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാണ് കേട്ടോ, എക്സാമ്പിൾ പറയാണ്. അപ്പോൾ അതാണ് ലെവലെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ലെവലിൽ 20 മേലെ പോയി കഴിഞ്ഞാലാണ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. 20 മേലെ വിക്ക് കിട്ടിയത് ഉണ്ടാകില്ല, ക്ലോസിങ് കിട്ടണം. ക്ലോസിങ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏത് ടൈം ഫ്രെയിമാണ് നോക്കുന്നത്, സ്വിംഗ് ട്രേഡ് പോലെ എടുക്കേണ്ട കാര്യമാണ്. അതായത് നോർമൽ ഇൻട്രാഡേ ആയിരിക്കും, പക്ഷേ അത് നമ്മൾ സ്വിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്ന രീതിയിലും പിന്നെ എന്താ പറയുക കണ്ടിട്ടാണ്, മുന്നോട്ട് ഫോർകാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രേഡ് എടുക്കുക. ഓക്കെ. ഇങ്ങനെയുള്ള എസ് എൽ വെക്കാതെയുള്ള ട്രേഡ് എടുക്കുക ഞാൻ പറഞ്ഞ രീതിയിൽ. അപ്പോൾ 2620 എന്നുള്ള ലെവലാണ് സ്വിങ് എങ്കിൽ അതിന് മേലെ നെക്സ്റ്റ് സ്വിങ് വരുന്ന എവിടെയാണെന്ന് നോക്കുക. സപ്പോസ് 2640 ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസ് സോണാണ് രണ്ട് സ്വിങ് എന്ന് പറയുന്നത്. അപ്പം
നോർമലി പ്രൈസിന് താഴേക്ക് തന്നെ പോകണം, സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നില്ല, ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള രീതിയിലാണെങ്കിൽ നോർമലി പ്രൈസ് ചെയ്യുക, ഈ പറയുന്ന താഴത്തെ ലെവലിൽ നിന്ന് നിങ്ങൾ താഴേക്ക് പോകും. അതല്ലെങ്കിൽ നേരെ മേലേക്ക് വന്ന് ഈ പറയുന്ന സ്വിങ്ങിൽ നിന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് സെല്ലേഴ്സിനെ റീറ്റെയിലേഴ്സിനെ കംപ്ലീറ്റ് ഔട്ടാക്കി വീണ്ടും താഴേക്ക് വരും. ഈ രണ്ട് കേസാണ് മെയിൻലി 90% അല്ലെങ്കിൽ 95% കേസിലുണ്ടാവുക. 5% ചാൻസേ ഉള്ളൂ അതിന് മേലുള്ള സ്വിങ്ങിൽ പോയിട്ട് അവിടെ നിന്ന് ഡ്രോപ്പ് ആവുന്ന കാര്യം. ഓക്കെ, അപ്പോൾ സേഫർ സൈഡിൽ ഇതിലെങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ 2500 എന്ന് പറഞ്ഞ ലെവലിലാണ് പ്രൈസ് ഉള്ളത്. പ്രൈസ് ചെറിയൊരു ഇതെടുക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് നിങ്ങളെ എൻട്രി നോക്കുന്നതെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ $1,000 നിങ്ങളുടെ ക്യാപിറ്റൽ എങ്കിൽ ഒരു 0.05 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുക. നിങ്ങളെ വ്യൂ കാര്യങ്ങൾ മാർക്കറ്റ് സ്ട്രക്ചർ ഇനി താഴേക്ക് പോകുന്നുള്ളതാണ് നിങ്ങളിതെങ്കിലാണ് ഞാൻ പറയുന്നത്. സ്ട്രക്ചറലി ഇതിൽ വ്യൂവിനും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, സ്ട്രക്ചറൽ പിന്നെ ട്രെൻഡ് കാര്യങ്ങളാണ് ബേസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പം അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുക. 0.05 ലോട്ടിൻ്റെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 0.05 ക്വാണ്ടിറ്റി 2620 മേലെ എത്തുമ്പോൾ നിങ്ങൾക്ക് എത്ര ലോസ് ഉണ്ടാവുമെന്ന് കണക്കാക്കുക. ഓൾമോസ്റ്റ് ഒരു 10 പോയിൻ്റ് മൂവ് ചെയ്താലാണ് $50 ലോസ് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ വരുള്ളൂ. ഓക്കെ, സോ $20 ഇപ്പോൾ 40 എന്ന് പറയുന്നത് അത്രയും ഹൈ ആണ്, അത്രയും ചാൻസ് കുറവാണ് ആ റേഞ്ചിലേക്ക് എത്താൻ. ഞാൻ പറഞ്ഞു സെക്കൻഡ് സ്വിങ്ങുള്ള ഏരിയ ആണ്. അപ്പോൾ സെക്കൻഡ് സ്വിങ്ങുള്ള ഏരിയയിലേക്ക് എത്തണമെങ്കിൽ എത്ര ഇത് കുറവായിരിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതായത് പ്രോബബിലിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ആ ട്രെൻഡ് ചേഞ്ച് ആവണം. ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് എത്തും, തിരിച്ച് അവിടെ നിന്ന് കയറിപ്പോവും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ 0.05 എന്ന് പറഞ്ഞ ഒരു ലോട്ട് എടുത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മാക്സിമം ലോസ്, സെക്കൻഡ് സ്വിങ് വരെ പ്രൈസ് പോയാൽ നിങ്ങൾക്ക് വരുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് $200 ലോസ് ആയിരിക്കും വരിക. ഓക്കെ, ഇങ്ങനെ SL വെക്കാതെ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ 10 പിപ്സ് അല്ലെങ്കിൽ 20 പിപ്സ് മാത്രം എടുത്ത് ഡെയിലി $10 അല്ലെങ്കിൽ $20 മാത്രം എടുത്ത് പോകുന്ന ഒരു രീതിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത്രയും സ്പേസ് നിങ്ങളവിടെ കൊടുക്കേണ്ടി വരും. ഇതിന് പറഞ്ഞത് അത്രയും ഇതിൻ്റെ സ്വിങ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, കുറവാണ്. അങ്ങനത്തെ ഹൈലി ടൗൺ ഒക്കെ വന്നതിന് ശേഷം മാത്രം വരുന്നതാണ് ആ ഒരു സ്വിങ് ഒക്കെ എടുക്കാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം ഒരു 50 പിപ്പ് അല്ലെങ്കിൽ 5 പോയിൻ്റ് 10 പോയിൻ്റ് ഇതിൽ തന്നെയായിരിക്കും രണ്ട് സ്വിങ് ഉണ്ടാവുക. മാക്സിമം പോയി കഴിഞ്ഞാൽ 15 പോയിൻറ്റിൻ്റെ ഓക്കെ അല്ലെങ്കിൽ ഒരു 20 പോയിൻറ്റിൻ്റെ ഒക്കെ. ഈ 20 പോയിൻ്റ് ഒക്കെ ആണെങ്കിൽ $100 വരെയുള്ള മാക്സിമം ലോസാണ് നിങ്ങൾക്ക് അവിടെ SL പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അത് മൈൻഡിൽ വെക്കുക. ഈ ഇടുന്ന 0.5 ലോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഗോൾഡിലേക്ക് എൻട്രി നിങ്ങൾ എപ്പം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കാര്യങ്ങൾ നോക്കുക. 30 മിനിറ്റ്സിൽ വരിക, അതിൽ ട്രെൻഡ് ലൈനോ സപ്പോർട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റിലേക്ക് വരിക, ട്രെൻഡ് ലൈന് സപ്പോർട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു ട്രെൻഡ് ലൈൻ എന്നിട്ട് 5 മിനിറ്റിൽ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കുന്നതോ അതും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ അവിടെ എൻ്റർ ചെയ്യുക. അവിടെ SL ഇല്ലാതെ 0.05 ലോട്ടിൽ എൻ്റർ ചെയ്ത് നിങ്ങളുടെ ഈ പറഞ്ഞ 2 പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ 20 പിപ്സിൻ്റെ അല്ലെങ്കിൽ 10 പിപ്സിൻ്റെ 0.05 നിങ്ങൾക്ക് $10 ആവണമെങ്കിൽ ഒരു 2 പോയിൻറ്റിൻ്റെ മൂവ് മതി. അതായത് 20 പിപ്സിൻ്റെ മൂവ് മാത്രമേ വേണ്ടുള്ളൂ. ഇപ്പം 2500 ആണെങ്കിൽ 2502 ആയാൽ തന്നെ നിങ്ങൾക്ക് $10 പ്രോഫിറ്റായി. ആ ഒരു പോയിന്റിൽ ടാർഗറ്റ് ഇട്ട് വെക്കുക, SL കീപ്പ് ചെയ്യാതെ ടാർഗറ്റ് മാത്രം ഇട്ട് വെക്കുക. നിങ്ങൾക്ക് ഒബ്വിയസ് ആയിട്ട് ഒരു 90% ടൈമും ആ SL ഹിറ്റാവും. കാരണം ഗോൾഡിൽ മൂവ് അങ്ങനെയാണ് വരാറ്. 90% ടൈമും ഗോൾഡിൽ ആ ഒരു SL ഹിറ്റാവും. പക്ഷേ ഈ എൻട്രി എടുക്കുന്ന ടൈമിൽ നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത് പെർട്ടിക്കുലർ ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ടൈം അല്ലെങ്കിൽ US സെക്ഷൻ ഓപ്പൺ ടൈം, ഈ ടൈമിൽ മാത്രം എൻട്രിക്ക് നോക്കുക. ബാക്കിയുള്ള ടൈമിൽ വോളറ്റിലിറ്റി കുറവായിരിക്കും. ഈ ടൈമിൽ ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വോളറ്റിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇൻ കേസ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞാലും തിരിച്ച് നിങ്ങളുടെ ഫേവറിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, ചെറിയ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ എൻട്രി ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കറ്റ് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് സ്വിങ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എൻ്റർ ചെയ്യുന്ന പിന്നെ ക്യാൻഡിൽ അല്ലെങ്കിൽ ടൈം ഫ്രെയിം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളൊരു ട്രേഡിലേക്ക് എൻട്രി എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ബ്ലൈൻഡായിട്ട് നിങ്ങളൊരു പോയിന്റിൽ എൻട്രി എടുക്കുന്നൊക്കെ 20 പോയിൻ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ എടുക്കാൻ പാടില്ല. ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡിങ്ങിൻ്റെ കേൾക്കുമ്പോൾ SL പോകാനുള്ള ചാൻസ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ
ഇത് കറക്റ്റ്ലി ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സെല്ലിൽ പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. എക്സെല്ലിൽ പോയാൽ $100 എന്നുള്ള എക്സെല്ലിൽ നിങ്ങൾക്ക് പോകും. പക്ഷേ വളരെ 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 റെയർ ആയിട്ടുള്ള കേസിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതിൽ മാർക്കറ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കി പോകണമെങ്കിൽ, അതായത് മാർക്കറ്റ് റിവേഴ്സലിൻ്റെ ചാൻസസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ട്രെൻഡിനനുസരിച്ച് പോവുകയാണെങ്കിൽ റിവേഴ്സലിൻ്റെ ചാൻസ് കുറവാണ്. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം പ്രോഫിറ്റിൽ ആ ഒരു റിവേഴ്സൽ വന്നാലും ലോസ് വരുന്നത് നിങ്ങൾ കവറായിട്ടുണ്ടാവും. നോർമലി അങ്ങനെയുള്ള കേസിൽ അങ്ങനെയാണ് ഹൈ വോളിയം ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഹൈ ക്യാപിറ്റലുള്ള ആൾക്കാർ മെയിൻ കേസിലും ട്രേഡ് ചെയ്യുക ഈ ഒരു രീതിയിലാണ്. പിന്നെ എല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എസ് ഇല്ലാതെ ട്രേഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോർമലി എടുക്കുന്ന പോലെ തന്നെ ട്രേഡ് നിങ്ങൾ എവിടെയാണോ എസ് എൽ വെക്കാം. ഇത് ജസ്റ്റ് ഒരു ടിപ്പാണ്, ഒരു എൻട്രിക്കുള്ളൊരു ടിപ്പാണ്. നിങ്ങളൊരു ട്രേഡ് സെറ്റപ്പ് കണ്ടു, ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ സെറ്റപ്പ് കണ്ടു. സപ്പോർട്ടിലാണ് പ്രൈസ് നിൽക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ സപ്പോർട്ടിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കണം. അവിടെ നിങ്ങൾ നോർമൽ എൻട്രി കണ്ടു. നിങ്ങൾ എസ് എൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ലാസ്റ്റ് സ്വിങ് ആയിരിക്കുമല്ലോ. ആ ലാസ്റ്റ് സ്വിങ് മാർക്ക് ചെയ്യുക. നിങ്ങളവിടെ എൻട്രി എടുക്കാൻ പാടില്ല. നിങ്ങൾ എൻട്രിക്ക് വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾ എൻട്രി എടുക്കാതെ ലാസ്റ്റ് സ്വിങ് മാർക്ക് ചെയ്യുക. ആ ലാസ്റ്റ് സ്വിങ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ അവിടെ പ്രൈസ് എത്തുമ്പോൾ മാത്രം എൻട്രി എടുക്കുന്ന രീതിയിലെത്തുക. അതായത് നിങ്ങൾ എസ് എൽ വെക്കാൻ ഉദ്ദേശിച്ച സ്ഥലം എവിടെയാണോ അവിടെ പിന്നെ നിങ്ങൾ എൻട്രി എടുക്കും എന്നുള്ള രീതിയിലേക്ക് വരിക. അവിടെ നിങ്ങൾ ഇതേപോലെ എൻട്രി എടുക്കുക. പിന്നെ ഈ 20 പിപ്സ് അല്ല 10 പിപ്സ് അല്ല 20 പിപ്സിൻ്റെ ടാർഗറ്റ് വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കുക. എസ് എൽ വെക്കാതെ ഇതേപോലെ ട്രേഡിൽ എൻട്രി ഒന്ന് നോക്കി. നിങ്ങളുടെ എഗെയിൻസ്റ്റ് പോകുന്ന മാർക്കറ്റ് നേരെ തിരിച്ച് നിങ്ങൾക്ക് പോസിറ്റീവ് രീതിയിലേക്ക് വന്ന പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നോർമൽ കേസിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കാണുമ്പോൾ എല്ലാവരും വെക്കുന്ന ഒരു എസ് എൽ എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളും വെക്കാൻ പോകുന്നത്. ഇത് മാർക്കറ്റിൽ ഒബ്വിയസ് ആണ്. ആൾക്കാർക്ക് എല്ലാവരും പഠിച്ച് വരുന്ന കാര്യം, റീറ്റെയിലേഴ്സ് പഠിച്ച് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇതാണ്. സപ്പോർട്ടിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ എസ് എൽ ഇതാ കഴിഞ്ഞ സ്വിങ്ങിന് താഴെയായിരിക്കും എസ് എൽ വെക്കേണ്ടെന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരുടെയും എസ് എൽ ഉണ്ടാവുക എവിടെയാണ്? ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ്. അപ്പോൾ അവിടത്തേക്ക് വന്ന് എസ് എൽ ഹണ്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ സപ്പോർട്ടിൽ എൻട്രി എടുക്കാതെ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എസ് എൽ വെക്കാൻ നോക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾ ആ സപ്പോർട്ടിൽ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് സ്വിങ്ങല്ല സെക്കൻഡ് സ്വിങ്ങിന് താഴെ എസ് എൽ വെക്കുന്ന രീതിയിലേക്കുള്ള എൻട്രി മാത്രം എടുക്കുക. സെക്കൻഡ് സ്വിങ്ങിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി നിങ്ങൾ എസ് എൽ വെക്കാൻ പാടില്ല. അതായത് സിസ്റ്റത്തിൽ നിങ്ങൾ എസ് എൽ വെക്കാതെ നിങ്ങൾ മൈൻഡിൽ ഈ ഒരു ലെവലിന് താഴെ ഇന്ന ക്യാൻഡിൽ നിങ്ങളുടെ വലിയ ടൈം ഫ്രെയിമിലാണ് ഇതിലും നോക്കേണ്ടത്. ഒന്നെങ്കിൽ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ അല്ലെങ്കിൽ 4 അവർ. ഇതിലേതെങ്കിലും ഒരു ക്യാൻഡിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്വിങ്ങിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആവുന്നുള്ള രീതിയിൽ മാത്രം എസ് എൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ വിക്ക് എടുത്ത് പോകാനുള്ള ചാൻസ് ഹൈ ആണ്. പല ടൈമിലും നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ എസ് എൽ എടുത്തതിന് ശേഷം മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിലേക്ക് പോകുന്നത് കാണാം. കാരണം ഇതിനുള്ള റീറ്റെയിലേഴ്സിന് ട്രാപ്പ് ചെയ്ത് പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്ത് അവർ ലിക്വിഡേറ്റ് എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്. ഇത് മോസ്റ്റ് കേസിൽ നടക്കുന്ന ഒരു സീനറിയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി കൂടിയാണിത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് ഡെമോ അക്കൗണ്ടിലെങ്കിലും ട്രേഡ് ചെയ്തൊന്ന് നോക്കുക. നിങ്ങളിന്ന് ഈ സിസ്റ്റമായിട്ടൊന്ന് പരിചയപ്പെട്ട് വരിക. അതിനുശേഷം മാത്രം നിങ്ങൾ പൈസ ഇറക്കി ചെയ്യുക. അതിന് മുന്നേ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു എസ് എൽ വെക്കാതെ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു രീതി ഒന്ന് പിന്നെ എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 100 ട്രേഡെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ ഒരു 50 ട്രേഡെങ്കിലും എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങളത് ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ധാരണ വരും. ഇവിടുന്ന് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ എസ് എൽ എവിടെയാണ്, ഇവിടുന്ന് കഴിഞ്ഞാൽ ചാൻസ് വളരെ കുറവ്. ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റീൻ്റെ ഗെയിമാണ്. നിങ്ങൾ റിസ്ക് മാനേജ് എങ്ങനെ ചെയ്യും, എത്ര പ്രോബബിലിറ്റി നിങ്ങൾക്കൊരു എഡ്ജ് ആ മാർക്കറ്റിലുണ്ട്, അതിലാണ് നിങ്ങളുടെ സക്സസ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡെമോ അക്കൗണ്ടിൽ. എന്നിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് വരും എന്നുള്ള കാര്യം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നില്ല. കണ്ടിന്യൂസ് ആയിട്ടൊന്ന് കണ്ടു നോക്കുക, വീണ്ടും റിപ്പീറ്റ് കണ്ടു നോക്കുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നോട്ട് ഡൗൺ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക മാർക്കറ്റിൽ. മെയിൻലി ഗോൾഡ്, ബാക്കിയുള്ള കേസിലെല്ലാം ഞാൻ പറയുന്നത് ഗോൾഡിൻ്റെ മെയിനായിട്ട് ഗോൾഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഗോൾഡിൻ്റെ കേസിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 50 ട്രേഡ് എടുക്കുക ഈ ഒരു സെറ്റപ്പിൽ.
എന്നിട്ട് നിങ്ങളത് നോട്ട് ഡൗൺ ചെയ്യുക. ഈ സംഭവങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇന്ന ട്രേഡിൽ ഓക്കെ ഇങ്ങനെ എടുത്തു, ലോസ് ആണോ പ്രോഫിറ്റ് ആണോ വന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജേർണൽ ചെയ്യുക. ഈ ജേർണൽ ചെയ്തതിന് ശേഷം ഈ 50 ട്രേഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക. എന്താണ് ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അത് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ എങ്ങനെയാണ് ഈ സിസ്റ്റം കൂടുതലായിട്ട് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഞാനിതിലേക്ക് എൻട്രി എടുക്കുന്നുള്ള കാര്യങ്ങളും പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്ട്രാ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതൊന്ന് ഫോളോ ചെയ്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെമോ അക്കൗണ്ടിൽ, നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിലല്ല ഡെമോ അക്കൗണ്ടിൽ ട്രൈ ചെയ്യുക. അങ്ങനെ ട്രൈ ചെയ്ത് വരുമ്പോൾ അതിൽ നിങ്ങൾ സക്സസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ കോൺഫിഡൻസ് വരും. നോർമലി ആർക്കും അങ്ങനെ വരില്ല. നിങ്ങൾ SL വെച്ച് ട്രേഡ് ചെയ്യേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. അത് ഓരോരാളെ മെത്തേഡിനനുസരിച്ചാണ് SL കാര്യങ്ങൾ. നിങ്ങൾക്ക് അത്രയും ഹൈലി നിങ്ങളുടെ സെറ്റപ്പ് അത്രയും ആക്യുറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് SL വെച്ച് ട്രേഡ് ചെയ്യാം. പക്ഷേ അതിലും SL ഹണ്ടിങ്ങിൻ്റെ പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞതുപോലെ 50 ട്രേഡ്സ് എടുത്തതിന് ശേഷം ഒന്ന് എനിക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യും. അപ്പം റിസൾട്ട് കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം എന്നെ അറിയിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ബ്ലൈൻഡ് ആയിട്ട് എടുക്കാനല്ല പറഞ്ഞത്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കൂടെ അത് മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. കൂടുതൽ ട്രേഡ് കാര്യങ്ങൾ ഒക്കെ ഞാൻ ഡിസ്കോഡിൽ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾ ഡിസ്കോഡ് ചാനൽ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്യുക. കാരണം ഓൾറെഡി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് 1000 കടന്നു. സ്റ്റിൽ ഡിസ്കോഡ് ചാനലിൽ ഒരു 150 സംതിങ് മെമ്പേഴ്സ് ഉള്ളൂ. ഫ്രീ ചാനലാണ്, ലൈഫ് ടൈം ഫ്രീ ആണ്. അതിൽ എൻ്റെ ട്രേഡ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ക്രിപ്റ്റോനെ കുറിച്ചും ക്രിപ്റ്റോ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. നല്ലപോലെ പ്രോഫിറ്റ് ആ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു ചാനൽ ത്രൂ നിങ്ങൾക്ക് ആൾക്കാരെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ജോയിൻ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഞാൻ വീഡിയോ ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഓൺ ടൈം വീഡിയോസ് അനലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിരിക്കും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. So that's it. See you next video.